ഗുഡ് ഈവനിങ്. ഒരിക്കൽ കൂടി മ്യൂസിക് തെറാപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇന്ന് നമ്മൾ ഓർക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ONV കുറുപ്പാണ്. വളരെ മനോഹരമായ പാട്ടുകൾ രചിച്ച, ഒത്തിരി മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളുടെ ആ യഥാർത്ഥ രൂപത്തെ നമ്മളിലേക്ക് എത്തിച്ച മഹാനായ വ്യക്തി. ഫെബ്രുവരി 13 തീയതിയാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഓർക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. ഏകാന്തതയുടെ അമാവാസിയിൽ എന്റെ ബാല്യത്തിന് കൈവന്ന ഒരു തുള്ളി വെളിച്ചമാണ് കവിത. ONV കുറുപ്പിന്റെ പ്രസിദ്ധമായ ഭൂമിക്ക് ഒരു ചരമഗീതം എന്ന കവിതാ സമാഹാരത്തിലെ അദ്ദേഹത്തിന്റെ വാക്കുകളാണിവ. കുട്ടികൾ പറയും കിളിക്ക് അതിന്റെ കൂട്ടിൽ രാത്രികാലത്ത് വെളിച്ചമാകുന്നത് മിന്നാമിനുങ്ങാണെന്ന്. എനിക്കാവട്ടെ അത് കവിതയായിരുന്നു. കിഴക്കോട്ട് കിതച്ചു പാഞ്ഞുപോയൊരു തീവണ്ടിയിലിരുന്ന് കൈവീശി എന്നേക്കുമായി യാത്ര പറഞ്ഞു മറിഞ്ഞ അച്ഛനായിരുന്നു മലയാളത്തിലും ദേവനാഗരിയിലും ഹരിശ്രീ എഴുതി പഠിപ്പിച്ച എന്റെ ആദ്യ ഗുരു. ഉരുവിട്ട് നടക്കുന്നതൊരു ലഹരിയായി തോന്നിച്ച കുറെ പദ്യങ്ങളും ചൊല്ലിപ്പഠിപ്പിച്ചു. അത്രമാത്രം. അപ്പോഴേക്കും ഗുരു അരങ്ങൊഴിഞ്ഞു പോയി. പൊന്നു വയ്ക്കേണ്ടടുത്ത് പൂ വയ്ക്കും പോലെ മനസ്സിൽ ആ ഗുരുവിന്റെ സ്ഥാനത്ത് ഞാൻ പ്രതിഷ്ഠിച്ചു വെച്ചത് കവിതയെയാണ്. അന്നു മുതൽ കവിത എന്നോടൊപ്പമുണ്ട്. ഒരു തുള്ളി വെളിച്ചമായി, ഒരു സാന്ത്വനമായി, ആഴമറിയാത്ത ഒരു പൊരുളായി. നാളെ ഒഴിഞ്ഞു കൊടുക്കേണ്ട വാടക വീടാണെങ്കിൽ പോലും ഈ ഭൂമിയെ ഞാനുമായി ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിന്റെ കണ്ണിയായി, ഒരിക്കലും പൂർണ്ണമായി അറിയാത്ത എന്തോ ആയി കവിത എന്നോടൊപ്പമുണ്ട്. ഏത് കല്ലും മുള്ളുമുള്ള കാട്ടിലും തൻ്റെ രാമനോടൊപ്പം പോകാൻ ആഗ്രഹിച്ച സീതയെ പോലെ, ഏത് ആപത്തിലും തൻ്റെ മക്കളോടൊത്ത് ജീവിക്കാൻ ആഗ്രഹിച്ച കുന്തിയെ പോലെ, നല്ലതോ ചീത്തയോ പ്രാതാക്കൾക്കുള്ളിടം എനിക്കുമാം അങ്ങു ചൊൽവാൻ ആഗ്രഹിപ്പേൻ മറ്റു ലോകങ്ങൾ വേണ്ടമേ എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞതുപോലെ എനിക്കും കവിതയില്ലാത്തൊരു ലോകം സ്വർലോകമായാലും വേണ്ട തന്നെ. പ്രിയ കവിക്ക്, മലയാളത്തിന്റെ എപ്പോഴും എന്നത്തേക്കും കാലാതീതനായ പ്രിയ കവിക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ONV സാറിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണം 2016 ഫെബ്രുവരി മാസം 13 തീയതിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെയൊക്കെ നമുക്ക് ഓർക്കാനുള്ള ഒരു വലിയ അനുഭവം തീർച്ചയായിട്ടും നമുക്ക് ഈ സമയത്ത് ഉപയോഗിക്കാം. 1982 മുതൽ 87 വരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു. കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ സ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 2007 ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് 2010 ലഭിച്ചു. പത്മശ്രീ 1998 2011 പത്മവിഭൂഷണും നൽകി കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒറ്റപ്ലാക്കൽ കുടുംബത്തിലെ ON കൃഷ്ണക്കുറുപ്പിന്റെയും K ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും പുത്രനായിട്ടാണ് 1931 അദ്ദേഹം ജനിച്ചത്. ഔദ്യോഗിക ജീവിതം 1957 മുതൽ എറണാകുളം മഹാരാജാസ് കോളേജ് അധ്യാപകനായി തുടർന്നു. 1958 മുതൽ 25 വർഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും അദ്ദേഹം ജോലി ചെയ്തിരുന്നു. തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ മലയാള വിഭാഗം തലവനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1986 മെയ് മാസം അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചു. അതിനുശേഷവും ഒരു വർഷക്കാലം കോഴിക്കോട് സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. കുട്ടികളുടെ ദ്വൈവാരികയായ തത്തമ്മയുടെ മുഖ്യ പത്രാധിപരായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, കവിതാ സമാഹാരങ്ങൾ എന്ന് പറയുമ്പോൾ പൊരുതുന്ന സൗന്ദര്യം, സമരത്തിൻ്റെ സന്തതികൾ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, മാറ്റുവിൻ, ദാഹിക്കുന്ന പാനപാത്രം എന്നിങ്ങനെ അനേകം കവിതാ സമാഹാരങ്ങൾ അദ്ദേഹം, ഭൂമിക്ക് ഒരു ചരമഗീതം, ഉപ്പ്, മൃഗയ, സൂര്യൻ്റെ മരണം, അതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹം ചലച്ചിത്ര മേഖലയിൽ നൽകിയ സംഭാവനകളാണ്. ഏറ്റവും ശ്രദ്ധേയമായ ചില ചലച്ചിത്ര ഗാനങ്ങൾ: ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി, ഇന്ദ്രനീലിമയോളം,
ആരെയും ഭാവഗായകനാക്കും. ഒരു ദളം മാത്രം, ശ്യാമസുന്ദര പുഷ്പമേ, സാഗരങ്ങളെ, ഇങ്ങനെ അനേകം ചലച്ചിത്ര ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം അഗ്നിശലഭങ്ങൾ എന്ന കൃതിയിലൂടെ 1971 നേടിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം അക്ഷരം എന്ന കൃതിയിലൂടെ 1975, എഴുത്തച്ഛൻ പുരസ്കാരം, ചങ്ങമ്പുഴ പുരസ്കാരം, അങ്ങനെ അനേകം പുരസ്കാരങ്ങൾ. മികച്ച ഗാനരചനയുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹം 1980 വൈശാലി എന്ന ചിത്രത്തിലൂടെ സ്വീകരിച്ചു. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരങ്ങൾ 2016 കാമ്പോജി തുടങ്ങി. 1973 സ്വപ്നാടത്തിൽ നിന്ന് തുടങ്ങി അദ്ദേഹം അനേകം ചലച്ചിത്ര പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. അതുപോലെ തന്നെ മികച്ച ഗാനരചയിതാവിനുള്ള ഫിലിംഫെയർ പുരസ്കാരം പഴശ്ശിരാജ എന്ന ചിത്രത്തിലൂടെ 2009 അദ്ദേഹം നേടി. ഇങ്ങനെ അനേകം പുരസ്കാരങ്ങൾ. എക്കാലവും അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ പ്രത്യേകത. നമുക്ക് ഓർക്കാം ONV കുറുപ്പിനെ. പാട്ടുകളിലേക്ക് കടക്കാൻ നമുക്ക് ഷാബു സാറിനെ ക്ഷണിക്കാം. ഷാബു സാർ. താങ്ക് യു ഷാബു സാർ, താങ്ക് യു. എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഷാബു സാറിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എൻ്റെ സ്നേഹം. ഒരുപാട് സന്തോഷമുണ്ട് ONVയുടെ ഈ ഒരു ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഒരു അവസരം ലഭിച്ചതിനുള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ്. മലയാളത്തിൻ്റെ കവി എന്നാണ് നമുക്ക് പറയുന്നത്. മലയാളത്തിലെ ഏതെങ്കിലും ഒരു കവിയെ, മലയാളത്തിന്റെ ജീവിതത്തിലെ ഒരു സമഗ്രത ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കവിയെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റൊരു കവിയെ നമുക്ക് കാണിക്കുവാൻ സാധിക്കില്ല. അത് ONV തന്നെയായിരിക്കും ഏറ്റവും അതിനടുത്ത് നിൽക്കുന്നത്. അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ആ കാവ്യ ചൈതന്യത്തെ പറ്റി വളരെ പെട്ടെന്ന് നമുക്ക് അതിലൂടെ ഒന്ന് സഞ്ചരിക്കാം. മലയാളത്തിന്റെ ആധുനിക ചരിത്രത്തിന്റെ ഒപ്പം സഞ്ചരിച്ച ഒരു കവിയായിരുന്നു ONV എന്ന് മാത്രമല്ല, ആ ചരിത്രത്തിന്റെ ഭാഗമായും ഭാഗ്യവിധാതാവുകയും ചെയ്ത ഒരു കവിയാണ് ONV, പ്രിയപ്പെട്ട ONV. ഞാൻ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കട്ടെ. ONV എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ കാവ്യ ശകലമോ പാട്ടോ ഗാനമോ എന്തെങ്കിലും പെട്ടെന്ന് ONV എന്ന് വരുമ്പോൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്ന ഒന്ന് പങ്കുവയ്ക്കാം. എന്താ? ഭൂമിക്കൊരു ചരമഗീതം. ഓക്കെ, പറഞ്ഞോളൂ. പിന്നെ പറഞ്ഞോളൂ. സൂര്യഗീതം. ഓക്കെ. അല്ല, ഇനി ചിലർക്ക് സിനിമാ ഗാനങ്ങളാണെങ്കിൽ അത് പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. എന്താണ് ഓർമ്മ പെട്ടെന്ന് വരുന്നത് ONV എന്നുള്ളൊരു വാക്ക് കേൾക്കും? ഒരു വട്ടം കൂടി എന്നെ ഓർമ്മകൾ മേയുന്ന, അതാണ് എനിക്ക് ആദ്യം ഓർമ്മ വരിക. ഓക്കെ സാർ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. താങ്ക് യു. പറഞ്ഞോളൂ, പറയൂ. നിങ്ങൾ എല്ലാവരും ഒന്ന് പറയൂ. നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊക്കെ സംസാരിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു എന്താ പറയാ പറഞ്ഞോളൂ. നിലയിൽ നീരാടുവാൻ, നിലയെ കുറിച്ച് ഒരുപാട്. അതെ, മഴയെ കുറിച്ച്, നിലാവിനെ കുറിച്ചൊക്കെ ONV ഒരുപാട് പറയും. മലയാള ഭാഷയെ അത്രമാത്രം സ്നേഹിച്ച ഒരു കവിയാണ്. മലയാള ഭാഷയെല്ലാം ശ്രേഷ്ഠ ഭാഷ എന്നുള്ളൊരു പദവി ലഭിച്ചപ്പോൾ അതിൽ ഏറ്റവും അധികം സന്തോഷിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ONV എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. നമുക്ക് അതിന്റെ സമയമില്ല. അദ്ദേഹം ചില ഗാനങ്ങളിലൂടെ അദ്ദേഹം സിനിമയിൽ ഒരുപാട് ഗാനങ്ങൾ രചിച്ചിട്ട് ഒരുപക്ഷെ ഈ കേരള സിനിമാ ചരിത്രത്തിന്റെ 13 പ്രാവശ്യം അദ്ദേഹത്തിന് മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ സംഭാവന എത്രമാത്രം ഉണ്ട് മലയാള ഗാന സാഹിത്യത്തിൽ. മറ്റൊരാൾക്കും തന്നെ അതിന്റെ അടുത്തെത്തുവാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഗിരീഷ് പുത്തഞ്ചേരിയും അതുപോലെ തന്നെ വയലാറിനൊക്കെ 4 പ്രാവശ്യം 5 പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. 13 പ്രാവശ്യം ഇദ്ദേഹത്തിനാണ് മികച്ച ഗാനരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ്, 1 പ്രാവശ്യം ദേശീയ അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഗാനശകലമാണ്. പൊന്നരിവാളം വിളിയിലെ
കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ പൊന്നരിവാളം വിളിയിലെ കല്ലെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. ഈ ഒരു ഗാനശകലമാണ് അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയത് എന്ന് പറയപ്പെടുന്നു. സംഗീതധാരയിൽ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഗണത്തിൽ കവിതയല്ല ഞാൻ പറഞ്ഞത്. ഞാനൊരു അദ്ദേഹത്തിന്റെ വായിച്ചത് ഓർക്കുന്നു. 1951, 52 കാലഘട്ടത്തിൽ അദ്ദേഹം കൊല്ലം എസ്.എൻ. കോളേജിൽ പഠിച്ചിരിക്കുന്ന കാലം, ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റി കോളേജ് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് അദ്ദേഹം എസ്.എൻ. കോളേജിലാണ്, ശ്രീനാരായണ കോളേജിലാണ് ബിരുദത്തിന് ചേർന്നത്. അപ്പൊ ആ ബിരുദത്തിന് പഠിക്കുന്ന സമയത്ത്, സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു ആ കോളേജ് യൂണിയന്റെ ചെയർമാനായിരുന്നു. അന്ന് കോളേജ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കോളേജുമായിരുന്നില്ല. ക്ലാസ്സുകളൊക്കെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ ഓഡിയബിൾ അല്ലേ സാർ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ പ്രധാന ഓഫീസും അതുപോലെ തന്നെ ലാബറട്ടറിയും ഒഴിച്ച് ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ ഓലമേഞ്ഞ ഷെഡുകളായിരുന്നു. 50 കാലഘട്ടമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ കാലഘട്ടത്തില് ഈ ഓല ഷെഡിന്റെ മുൻപിൽ ഒരു മണൽ പരവതാനിയാണ്. അപ്പൊ അന്ന് അവിടെ ഒരു യോഗം കൂടുകയാണ്. അദ്ദേഹത്തിന്റെ യൂണിയന്റെ ചെയർമാൻ ആയിരുന്നു അന്ന് ONV. അപ്പൊ ONV ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ആ മണൽപ്പരപ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ONV തന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കറുത്തു മലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ ആ ഈ യോഗത്തിനിടയ്ക്ക് ONV പറയുകയാണ്, എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്, അദ്ദേഹം നിങ്ങൾക്കായി ഒരു ഗാനം ആലപിക്കും എന്ന് പറയും. അങ്ങനെ ആ കറുത്തു മെലിഞ്ഞ ചെറുപ്പക്കാരൻ വന്ന് അവരുടെ മുമ്പിൽ വെച്ച് ആദ്യമായിട്ട് ONV എഴുതിയ ഒരു പാട്ട് പറയുകയാണ്, അല്ലെങ്കിൽ പാടുകയാണ്. ആ പാട്ടാണ് പ്രസിദ്ധമായിട്ടുള്ള ഞാനിപ്പോ ഈ പാടിയ പൊന്നരിവാളം വിളിയിൽ എത്തുന്നത്. ഈ ഗാനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നാടകത്തിൽ വന്നല്ലോ, നിങ്ങൾ എന്നെ അതെ. അതാ പറയുന്നത്. അപ്പൊ പലരും വിചാരിച്ചു ഇതൊരു വിപ്ലവ ഗാനമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതൊരു വിപ്ലവ ഗാനമല്ല. കാരണം അരിവാൾ എന്നുള്ളൊരു സങ്കല്പം അതിൽ കൊണ്ടുവന്നപ്പോൾ പലരും വിചാരിച്ചു ഇതൊരു വിപ്ലവ ഗാനമാണെന്ന്. പക്ഷെ ഇതൊരു നാടൻ പെൺകിടാവിനെ കാണാൻ വരുന്ന ഒരു കാമുകൻ, ഒരു പാവപ്പെട്ട ഒരു കാമുകന്റെ ഒരു കഥ, ഒരു സ്റ്റോറിയാണ് അത്, ഒരു പാട്ടാണത്. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് അരിവാൾ എന്ന് പറഞ്ഞപ്പോൾ പലരും വിചാരിച്ചു അത് ഒരു വിപ്ലവ ഗാനമാണെന്നത്. ഒരു ഗ്രാമീണ കർഷക യുവാവിന്റെ പ്രേമാർദ്രമായ മനസ്സിലെ വികാരത്തുടിപ്പുകളാണ് അദ്ദേഹം ഈ വരികളാൽ പ്രകടമാകുന്നത്. അത് ഇതല്ല, ഒരു വിപ്ലവ ഗാനമൊന്നുമല്ല. പക്ഷെ അന്നത്തെ ആ സാമൂഹിക അന്തരീക്ഷം ഉണ്ടല്ലോ, ആ അന്തരീക്ഷത്തിൽ ഏറെ പ്രയോജനപ്പെട്ടതായിരുന്നു ഈ പാട്ട്. കാരണം അന്നത്തെ എന്ന് പറഞ്ഞാൽ ഈ ഗാനത്തിന്റെ വളർച്ചയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വളക്കൂറുള്ള ഒരു സമയമായിരുന്നു അത്. കാരണം 50 വർഷം മുമ്പുള്ള കേരളത്തിലെ ആ സാമൂഹിക പശ്ചാത്തലം, അതിന്റെ അടിസ്ഥാന വർഗങ്ങളിൽ നിന്ന് വർഗസ്നേഹത്തിന് അധിഷ്ഠിതമായ സൗന്ദര്യബോധം, ഇതൊക്കെ അതിലുണ്ട്. കാരണം അന്ന് ഉയർന്ന ജാതിക്കാർക്ക് മാത്രമാണ് സംഗീതം, കലയും എന്നുള്ളൊരു ബോധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെയൊക്കെ മറികടക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ONV ഇത്തരം മനോഹരമായിട്ടുള്ള ഒരു ഗാനം എഴുതിയത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയുള്ള യാത്ര ആരംഭിക്കാം. ആദ്യമായിട്ട് സാബു സാറോടെ പങ്കുവച്ച ഗാനം അരികിൽ നീ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ONVയും ദേവരാജനും തമ്മിൽ കൂടപ്പുറപ്പുകളെ പോലെ പരിചിതരായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ഏതോ ഒരു സമയത്ത് വെച്ച് അവര് അല്പം വ്യക്തിപരമായി അവർ ഒന്ന് അകന്നു. അങ്ങനെ ആ അകൽച്ച ഏകദേശം 13 വർഷത്തോളം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവരെ രണ്ടുപേരെയും ഒരുമിപ്പിക്കാനായിട്ട് പലരും ശ്രമിച്ചു. അങ്ങനെ അതിന്റെ ഫലമായിട്ടാണ് നീ എത്ര ധന്യ എന്നുള്ള ഒരു സിനിമ സംഭവിച്ചപ്പോൾ അതിന്റെ JC സംവിധാനം ചെയ്തൊരു സിനിമയായിരുന്നു നീ എത്ര ധന്യ. അങ്ങനെ ഇവരെ രണ്ടുപേരെയും ഒരുമിക്കാൻ ONVയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ സഹകരിക്കാന്ന് പറഞ്ഞു. ദേവരാജനോട് സംസാരിച്ചു. അങ്ങനെ രണ്ടുപേരും വന്നു. എറണാകുളത്തുള്ള ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ ഇരുന്നാണ് ONV ആദ്യമായിട്ടുള്ള പാട്ട് അതിലെഴുതി. ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനെ ഒരു പൂവിന്റെ ജന്മം കൊടുത്തു എന്നുള്ള ഗാനമാണ് അദ്ദേഹം ആദ്യമായിട്ട് എഴുതി. പിന്നീട് അദ്ദേഹം ഒരു പാട്ട് എഴുതുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആ പാട്ട് മുഴുവനാക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അപ്പൊ അതിന്റെ പല്ലവി എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അനുപല്ലവി എഴുതി ചരണത്തിലെ ചില ഭാഗങ്ങൾ എഴുതി. ആ ചരണത്തിലെ ചില ഭാഗങ്ങളാണ് ഇവിടെ അദ്ദേഹം ആദ്യം എഴുതിയ ഒരു വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർക്കാറ്റിലിലച്ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർ തുള്ളി
ഇതൻ സംഗീതം തൃത്തന്ത്രികളിൽ പടർന്ന നേരം കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൽ ചാരി നേരം വാതിലിൽ ചാരി തിരച്ച നേരം ഒരു മാത്ര വെറുതെ നിലച്ചുപോയി. ഇതാണ് ആദ്യം എഴുതിയത്. പല്ലവി എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് ഈ വരി കണ്ടപ്പോൾ തന്നെ ദേവരാജൻ മാഷ് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി. അദ്ദേഹം അതിനകത്തുള്ള ഒരു സംഗീതമാണ് പിന്നീട് കൊടുത്തത്. പിന്നീടാണ് ഇതിന്റെ പല്ലവി വന്നത്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പൊ ആരെ എനിക്ക് കാണാൻ പറ്റുന്നത് ഇതില് രാജു ഫിലിപ്പ് സാറിനെയാണ് കാണാൻ പറ്റുന്നത്. രാജു ഫിലിപ്പ് സാർ വീട്ടില് ഭാര്യയൊക്കെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരു ടൂർ പോകുന്നു. ഒരു ടൂർ പോയിട്ട് അവിടെ നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട് ഭാര്യയെ ഫോൺ വിളിച്ച് സാർ എന്താ പറയാ? ഒറ്റയ്ക്ക് പോകുന്ന കാര്യം ഒറ്റയ്ക്ക് പോയാൽ ഒറ്റയ്ക്ക് പോയിട്ട് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ യെസ് ഐ മിസ് യു എന്ന് പറയില്ലേ അല്ലേ? യെസ്, അതെ, ഐ മിസ് യു എന്നാണ് നമ്മൾ സാധാരണ പറയുക. പക്ഷെ ഈ ഐ മിസ് യു എന്ന വാക്കിന് ഇത്രയും മനോഹരമായി മലയാളത്തിൽ പരിഭാഷ കൊടുത്തത് ONV അല്ലാതെ വേറെ ആരാ? അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാത്ര വെറുതെ തെളിച്ചുപോയി. അത് അദ്ദേഹം സാഹിത്യത്തിൽ പറയുന്നു. നമ്മളെല്ലാവരും പറയുന്നത് അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ടുള്ള ഒരു സംഭവം നടക്കും, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് രണ്ടുപേരും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുമ്പോൾ ആ സമയത്ത് എന്റെ കൂടെ നീ ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ എത്രമാത്രം നിന്നെ എന്താ പറയാ നിന്നിൽ അകന്നിരിക്കുന്നു. അപ്പൊ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്തയാണ് മനസ്സിൽ കൊണ്ടുവരുന്നത്. അതാണ് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ ഐ മിസ് യു എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്ത് അത് മലയാളത്തിൽ വരുമ്പോൾ എത്ര അർത്ഥതലത്തിലാണ് അത് ആഴത്തിലേക്ക് നമ്മളുടെ മനസ്സിലേക്ക് ഇറങ്ങുന്നത്. ഈ ഒരു പല്ലവിക്ക് വേണ്ടി ദേവരാജൻ ഒരു ആഴ്ച ഇരുന്നു. അരികിൽ എന്നുള്ളതിന് എങ്ങനെ ഈണം കൊടുക്കണം എന്നുള്ളത് ഈണം ചെയ്യാൻ വേണ്ടി ഒരാഴ്ചയോളം തപസ്സിരുന്നിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ഈണം കിട്ടിയത്. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചു പോയി. ഒരു മാത്ര വെറുതെ നിനച്ചു പോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചു പോയി. ഒരു മാത്ര വെറുതെ നിനച്ചു പോയി. രാത്രി മഴ പെയ്ത് തോർന്ന നേരം. ഞാൻ നേരത്തെ പാടിയതാണ്, ഞാൻ പാടുന്നില്ല. അപ്പൊ ഈ ഒരു ഗാനം കേട്ടിട്ട് ഡിവോഴ്സ് ആയിട്ടുള്ള രണ്ട് ദമ്പതികളൊക്കെ ഒരുമിച്ച് സംഭവമൊക്കെ ONV പങ്കുവയ്ക്കുന്നു. ഗൾഫിൽ പോയിരിക്കുമ്പോൾ അതിന്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു പാട്ട് കേട്ടിട്ട് വീണ്ടും ഭർത്താവ് ഭാര്യയെ വിളിച്ച് അവർ ഒന്നിച്ച ഒരു സംഭവം. അതിനുശേഷം ഈ രണ്ടുപേരും കൂടി അദ്ദേഹത്തെ കാണാൻ വന്ന സംഭവമൊക്കെ വളരെ ഹൃദയസ്പർശിയായിട്ട് ONV വിവരിക്കുന്ന പല സന്ദർഭങ്ങളിലും കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. എല്ലാവരും പോയി പങ്കാളിക്ക് പാടിക്കൊടുക്കണം. ആ ചെവികളിൽ നിങ്ങളുടേതായിട്ടുള്ള ആ സ്വകാര്യ നിമിഷങ്ങളിൽ നിങ്ങൾ പാടിക്കൊടുക്കണം. രണ്ടുപേരെങ്കിലും ഒന്ന് പാടിക്കൊടുക്കണം ഈ പാട്ട്. അപ്പൊ എല്ലാവർക്കും പാടാം. അറിയില്ലെങ്കിലും പാടാം. പാടും. നീയുണ്ടായിരുന്നെങ്കിൽ മാത്ര വെറുതെ നിലച്ചു പോയി. നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിലച്ചു പോയി. രാത്രി മഴ പെയ്ത തോർന്ന നേരം കുളിർക്കാറ്റിലെ തിളഞ്ഞ നേരം. രാത്രി മഴ ചെയ്തു തോർന്ന നേരം കുളിർക്കാറ്റിലാർച്ച തിളഞ്ഞ നേരം. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ പാടട്ടെ സാറേ? പഠിക്കൂ. താങ്ക് യു. അരികിൽ നീ ഉണ്ടായിരുന്നു
ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർ കാറ്റിലിലച്ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നേർത്തുള്ളിതൻ സംഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരെ ചിലച്ച നേരം, വാതിലിൻ ചാരെ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മുട്ടു വിരിഞ്ഞ നാളിൽ, സ്നിഗ്ധമാരുടെയോ മുടിച്ചാർത്തിലിൻ മുഗ്ധസങ്കൽപ്പം തലോടി നിൽക്കേ, ഏതോ പുരാതന പ്രേമ കഥയിലെ. ഓക്കെ, താങ്ക് യു. അടുത്ത ആള്. ഓക്കെ, വേറെ ആരാ ഉള്ളത്? അടുത്ത് പഠിക്കും. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. താങ്ക് യു സാർ. ഓക്കെ, അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചു പോയി. രാത്രി മഴ പെയ്ത തോർന്ന നേരം, കുളിർ കാറ്റിലാർത്തുലഞ്ഞ നേരം. മതി, സാർ. രണ്ടു മൂന്ന് പേര് പാടുന്ന കേട്ടോ സാർ, അപ്പൊ അത് പാടാൻ പറ്റും. അത് ഈസി, അത് പാടാം. ജോസി സാർ പഠിക്കും. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർ കാറ്റിലച്ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും ഈ തുള്ളിതൻ സംഗീതം തന്ത്രികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൽ ചാരെ ചിലച്ച നേരം, വാതിലിൽ ചാരെ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികയിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. താങ്ക് യു. താങ്ക് യു. മുറ്റത്തു ഞാൻ നട്ട
ചെമ്പകത്തൈയിലെ ആദ്യത്തെ മൊട്ടു വിരിഞ്ഞ നാളിൽ സ്നിഗ്ധമാരുടെയോ മുടിച്ചാർത്തിലൻ മുക്ത സങ്കൽപ്പം തലോടി നിൽക്കേ ഏതോ പുരാതന പ്രേമ കഥയിലെ ഗീതികളെന്നിൽ ചിറകടിക്കേ ഗീതികളെന്നിൽ ചിറകടിക്കേ അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഏറ്റവും ഓക്കെ, ഇനി ആരെ പാടാനുള്ള പഠിക്കും? ബിനമം അൺമ്യൂട്ട് ചെയ്തിരുന്നല്ലോ. വേറെ ആരെങ്കിലും? നിങ്ങൾ ക്യാമറയൊക്കെ ഒന്ന് ഓൺ ചെയ്ത് പാടട്ടെ. ഇത് ആരെ പാടണമെന്നൊക്കെ അറിയണ്ടേ? ഒരു ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലാതെ പിന്നെ എപ്പോഴാണ് നമ്മൾ ക്യാമറ ഓൺ ചെയ്യുക? നമുക്ക് അത്രയും സൗകര്യമായിട്ടില്ലേ സാബു സാർ പഠിച്ചിട്ട് നിൽക്കണ ഈ ഒരു ബിനമം പ്ലാറ്റ്ഫോം. പഠിക്കുള്ളൂ. ഒമർ സാർ പാടാൻ റെഡി ആയിക്കൂ. ബിനമം പഠിക്കും. ഞാൻ പാടി പാടിയത് ഓക്കെ 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 സാർ. പാട്ട് പറഞ്ഞേ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി ഒരു മാത്ര വെറുതെ നനച്ചുപോയി അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി ഒരു മാത്ര വെറുതെ നനച്ചുപോയി രാത്രി മഴ പെയ്തു തോർന്ന നേരം കുളിർക്കാറ്റിലിലച്ചാർത്തുലഞ്ഞ നേരം ഇറ്റിറ്റു വീഴും നീർത്തുള്ളിതൻ സംഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം കാതരയായാലും പക്ഷിയൻ ജാലക വാതിലിൽ ചാരി ചിലച്ച നേരം വാതിലിൽ ചാരി ചിലച്ച നേരം ഒരു മാത്ര വെറുതെ നനച്ചുപോയി നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി ഒരു മാത്ര വെറുതെ നനച്ചുപോയി. താങ്ക് യു സർ. താങ്ക് യു. ഇനി ആരെങ്കിലും പാടുന്നോ? ആരെങ്കിലും? അടുത്ത ഗാനം ഇട്ടുള്ളൂ. ഒരുപാട് ഗാനങ്ങളുണ്ട്. ഒരു പാട്ട് ഞാനും കൂടെ ഒന്ന് പഠിച്ചു. ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ത്യത്തെ മൊട്ടു വിരിഞ്ഞ നാളിൽ സ്നിഗ്ധമാരുടെയോ മുടിച്ചാർത്തിലൻ മുക്തസങ്കൽപ്പം തലോടി നിൽക്കേ പുരാതന പ്രേമ കഥയിലെ ഗീതികളെന്നിൽ ചിറകടിക്കേ ഗീതികളെന്നിൽ ചിറകടിക്കേ ഒരു മാത്ര വെറുതെ നനച്ചുപോയി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഓക്കെ, വിഷവും വരുന്ന പാട്ടാ അത്. പ്രയാസമുണ്ട്. ഓക്കെ, അടുത്ത പാട്ടിൽ പോയി. ആരും പാടാനില്ലല്ലോ അല്ലേ? ഇനി ആരെങ്കിലും പാടാനുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അടുത്ത പാട്ടിൽ പോവാം. മാണിക്യ വീണയുമായ മാണിക്യ വീണയുമായി മനസ്സിന്റെ താമര പൂലുള്ള പോലെ
ദേവരാജൻ മാഷ് ONV കുറുപ്പിന്റെ ടീം അവരുടെ ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിലാണ്. പല സംഗീത സംവിധായകരും ഗാനരചയിതാക്കളും തമ്മിൽ പ്രത്യേകം ഒരു ഇതുണ്ട്. ഇപ്പൊ വയലാർ ദേവരാജൻ എന്ന് പറഞ്ഞത് നമുക്കറിയാം. അതുപോലെ തന്നെ ONV ദേവരാജനും വലിയൊരു കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതില് എന്റെ പടത്തിന്റെ പേര് കളമശ്ശേരിയിൽ കല്യാണ യോഗം എന്ന പടത്തില് സിംഗർ ഇത് അതല്ല ഇതിന്റെ ഒരു വേർഷനാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു റീമിക്സ് റീമിക്സ് ആണ് വേർഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒറിജിനൽ ഇത് ദാസട്ടം പാടില്ല, മാണിക്യവീണ. അദ്ദേഹത്തിന്റെ ക്ലാസിക് ഗാനങ്ങളിൽ ഒന്നാണിത് മാണിക്യവീണയുമായി എന്നുള്ളത്. ഈ മാണിക്യവീണയുമായി എന്നുള്ള പാട്ടിനാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഏറ്റവും നല്ല ഗായകനുള്ള സംസ്ഥാന അവാർഡ്. കാട്ടുപൂക്കൾ എന്ന് പറഞ്ഞ സിനിമയാ, കാട്ടുപൂക്കൾ അല്ലേ? ഇത് റീമിക്സ് വന്നപ്പോ അതിലാണ് പുതിയതായിട്ട് ചെയ്തത്. അപ്പൊ ഈ പടത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഗാനം ദാസേട്ടൻ ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ്, ഏറ്റവും മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു പാട്ട് കൂടിയാണ് മാണിക്യവീണയുമായി മനസ്സിലെ. മാണിക്യവീണയുമായി മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്ന് മിണ്ടുകില്ലേ. മാണിക്യവീണയുമായി എൻ മനസ്സിന്റെ താമര പൂവി പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്ന് മിണ്ടുകില്ലേ. എൻ മുഖം കാണുമ്പോൾ നിൻ കണ്ണിണകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം. എൻ മുഖം കാണുമ്പോൾ നിൻ കണ്ണിണകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം. എന്നടുത്തെത്തുമ്പോൾ എന്ത് ചോദിക്കലും എന്തിനാണീ മൗനം. എൻ്റെ അടുത്തെത്തുമ്പോൾ എന്ത് ചോദിക്കലും എന്തിനാണീ മൗനം. എൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. നിന്റെ വേദന എന്നൊക്കെ പറയുമ്പോൾ ദേവരാജൻ മാഷ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അവിടെയാണ്. വേദന എന്ന് പറയുമ്പോൾ ആ ഗായകന് അത് ആലപിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ വേദന തോന്നും. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആ സംഗീതം. ആ വാക്കുകൾക്കനുസരിച്ച് ആ വാക്കുകൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് നോക്കിയിട്ടാണ് ദേവരാജൻ മാഷ് സംഗീതം കൊടുത്തത്. ഇത്രയും മികച്ച ഒരു സംഗീത സംവിധായകൻ ഇനി പിറക്കുമോ എന്ന് സംശയമാണ്. എത്ര മനോഹരമായിട്ട് രണ്ടുപേർക്കിടയിലെ ആ ഒരു സംസാരം, ഞാൻ നിന്റെ അടുത്ത് വരുമ്പോൾ നീ എന്തിനാണ് കോപിക്കുന്നത്, എന്തിനാണ് മൗനപ്പെടുന്നത് എന്നൊക്കെ എത്ര മനോഹരമായിട്ടാണ് ONV എഴുതി വെച്ചിരിക്കുന്നത്. പാടിക്കോളൂ. പാടുമ്പോ ശ്രദ്ധിക്കുക, ഫുള്ള് പാടണ്ട, ഒരു പല്ലവി അല്ലെങ്കിൽ ഒരു അനുപല്ലവിയോ പാടുക കേട്ടോ. ഒരു ചരണോ പാടും. പാടണ്ടേ? മാണിക്യവീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്ന സോറി മാണിക്യവീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. മാണിക്യവീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ
നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. എൻ മുഖം കാണുമ്പോൾ നിൻ കണ്ണീണകൾ എന്തിത്ര കോപത്തിൻ സിന്ദൂരം. എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കും, എന്തിനാണീ മൗനം. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ, വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോടു ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. സർ, ഞാനൊന്ന് പറയട്ടെ. പറയും. എൻ്റെ അച്ഛന്, എൻ്റെ ഫാദറ് ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ കേൾക്കാൻ വേണ്ടി പാടിത്തരുന്നൊരു പാട്ടാണിത്. വളരെ നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് എനിക്കിത് ഉണ്ടാക്കണത്. ഞാനൊന്ന് പാടി നോക്കട്ടെ, പ്ലീസ്. യെസ്. മഞ്ഞു കൊഴിഞ്ഞല്ലോ, മാമ്പൂ കൊഴിഞ്ഞല്ലോ, പിന്നെയും പൊൻവെയിൽ വന്നല്ലോ. മഞ്ഞു കൊഴിഞ്ഞല്ലോ, മാമ്പൂ കൊഴിഞ്ഞല്ലോ, പിന്നെയും പൊൻവെയിൽ വന്നല്ലോ. നിൻമുഖത്തെന്നോ മറഞ്ഞൊരാ പുഞ്ചിരി എന്നിനി കാണും ഞാൻ. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ, വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. താങ്ക് യു സർ. താങ്ക് യു ആൾ. താങ്ക് യു. ഞാൻ താങ്ക് യു. പാടട്ടെ സാർ, ഞാൻ പാടട്ടെ. അതെ, ഈ ലാസ്റ്റ് വരി അച്ഛൻ അങ്ങനെ പ്രത്യേകം പാടാറുള്ളതാണോ? മുഴുവൻ പാട്ടും പാടിത്തരും. അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണിത്. അത് അമ്മ കേൾക്കാൻ വേണ്ടി പാടുന്നതാണ്. ഭയങ്കര ഞങ്ങളെ ആ ഒരു കാലഘട്ടം ഓർത്തുപോയി. അത് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി നിങ്ങൾ എല്ലാവരും കൂടി. താങ്ക് യു. ഒരു സംശയം, യേശുദാസിന്റെ പാട്ടാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്, സുജാത മോഹൻ. സാർ, അതൊരു റീമേക്കിന്റെ ഇതാ എഴുതിയിരിക്കുന്നത്. ശരിക്കും കാട്ടുപൂക്കൾ എന്ന് പറയുന്ന സിനിമയിലുള്ള പാട്ടാണ് ഇത്. റീമേക്ക് അതാ എഴുതി, അങ്ങനെ അത് ഞാൻ കളഞ്ഞേക്കാം. ഓക്കെ. ഈ ചില ആദ്യത്തെ പാട്ടുകൾ ഉണ്ടല്ലോ, ആ പാട്ടുകൾ ഇപ്പൊ ഈ പുതിയത് വരുന്ന ആൾക്ക് കുറച്ച് ഇഷ്ടം വരുമ്പോൾ അവരാണ് ഈ റീമിക്സ് ചെയ്യുന്നത്. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഇൻസ്ട്രുമെന്റേഷൻ BGM ഒക്കെ മാറ്റിയിട്ട് ഈ ലിറിക്സ് തന്നെ വെച്ച് പുതിയ രൂപത്തിൽ ആലപിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പലർക്കും അത് ഇഷ്ടമില്ല. റീമിക്സ് എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മുടെ മരിച്ചുപോയ ഗായകൻ ജയന്തനൊക്കെ നഖശികാന്ത് എതിർക്കണാണ് ഈ റീമിക്സ് എന്ന് പറഞ്ഞ പരിപാടി. പലർക്കും പഴയ ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ല. ഇപ്പൊ രാഘവ മാഷ ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ കരിമുകിൽ കാട്ടിലെ എന്നുള്ള ഒരു പാട്ടൊക്കെ പാടുമ്പോ അതിൽ ആദ്യം ആ ഗുണസിംഗ് വായിക്കുന്ന ഒരു ഫ്ലൂട്ടിന്റെ ബിറ്റൊക്കെ ഉണ്ട്. അതൊക്കെ വരുമ്പോഴാണ് ആ പാട്ടിലേക്കൊക്കെ നമ്മളിങ്ങനെ എത്തിച്ചേരുക. അതൊക്കെ മാറ്റിയിട്ട് ഇവര് പുതിയ ആധുനിക സംഗീതോപകരണമൊക്കെ ചേർത്തിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടാണ് ഈ പാട്ടുകളൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് പഴയ ആൾക്കാർക്കൊന്നും പിടിക്കില്ല അത്, ഈ പാട്ടുകളൊക്കെ. അടിപൊളി പാട്ടാക്കി മാറ്റും അല്ലേ? അതെ അതെ. പക്ഷെ ഞാൻ പാടാം. പാടിക്കോ. ആര് വരിയേ? ശരി സാർ. മാണിക്യ വീണയുമായി എൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ, പാടുകില്ലേ, വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. മാണിക്യ വീണയുമായി എൻ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ. മുഖം കാണുമ്പോൾ നിൻ കണ്ണിണകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം. എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും, എന്തിനാണീ മൗനം. എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും, എന്തിനാണീ മൗനം.
മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന താങ്ക് യു. സാറേ ഞാൻ ചൊല്ലാം. ആ ഓക്കെ. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ എൻ മുഖം കാണുമ്പോൾ നിൻ കണ്ണിണകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാണീ മൗനം. താങ്ക് യു സാർ. ഓക്കെ, ഇനി ആർക്കെങ്കിലും പാടാനുണ്ടോ? റോയ് സാർ പാടാൻ വന്നിട്ടുണ്ടല്ലോ. റോയ് സാർ ആ. മാണിക്യ വീണയുമായി എൻ മനസ്സിന്റെ താമരപ്പൂവിൽ ഉണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ എൻ മുഖം കാണുമ്പോൾ കണ്ണിണകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കുന്നു എന്തിനാണ് ഈ മൗനം. താങ്ക് യു. റോയ് സാറിന്റെ മുഖത്ത് ആ ആദ്യ പ്രണയത്തിന്റെ ഒരു പരിഭ്രമൊക്കെ കാണുന്നുണ്ട്. ആദ്യകാലത്തുണ്ടായ ആ ഒരു പ്രണയം ഉണ്ടല്ല, ആ പ്രണയം മനസ്സിലിങ്ങനെ വരുമ്പോ എങ്കിലൊന്നും ഉണ്ടാവണ്ടേ, ഒന്നെങ്കിൽ പാട്ട് നന്നായിരിക്കണം അല്ലെങ്കിൽ എക്സ്പ്രഷൻ നന്നായിരിക്കണം. എന്തെങ്കിലൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ കൊള്ളു. സാർ പാടിയതേ. രാജ് സാർ ഞാൻ പഠിക്കോട്ടെ സാറേ? ഒരു സെക്കൻഡ്, രാജു സാർ ഒന്ന് പാടിക്കോട്ടെ. രാജു സാർ. മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന ചൊല്ലുകില്ലേ. താങ്ക് യു. ഓക്കെ, വിൻസെന്റ് സാർ. വീണയുമായ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. എൻ മുഖം കാണുമ്പോൾ നിൻ കണ്ണിണകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാണീ മൗനം. എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാണീ മൗനം. വീണയുമായ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ
പാടില്ലേ വീണ വീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. താങ്ക് യു സാർ. ഒന്നും മിണ്ടാത്ത വേദന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പാടാം കേട്ടോ. സാറേ അത് ഞാനായിക്കോട്ടെ. അതായിരിക്കും. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. എൻ മുഖം കാണുമ്പോൾ നിൻ കണ്ണിണകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം. എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാണീ മൗനം. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. താങ്ക് യു സർ. ഓക്കെ സാർ, താങ്ക് യു. Thank you. മഞ്ഞു കൊഴിഞ്ഞല്ലോ മാമ്പു കൊഴി ഓക്കെ, താങ്ക് യു. സാറേ അതിന്റെ ട്യൂൺ, അതിന്റെ സംഗീതം ആരാ? ഇതിന്റെ ദേവരാജ് മാഷ. അതെ അതെ അതെ. അവര് തമ്മിൽ ഒരുമിച്ച് വന്നതിനെ പിന്നെ മാൻവിയും ഒരുമിച്ച് വന്ന സമയത്താണ്. അല്ല ഇതൊക്കെ പാട്ടാണ് എല്ലാവർക്കും പാടാം. അതിന് ശേഷം അവര് സൗന്ദര്യപ്പണൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആദ്യകാലത്തെ പാട്ടുകളല്ലേ. അതൊക്കെ അവർ ഒരുമിച്ചായിരുന്നു, വളരെ സൗഹൃദത്തിലായിരുന്നു, ഒരു സഹോദരന്മാരെ പോലെ ആയിരുന്നു. ONV-യുടെ വീട്ടിലോ ദേവരാജിന് വേണ്ടിയിട്ടുള്ള ഒരു മുറിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ONV-യുടെ ഒക്കെ മാതാപിതാക്കൾ. അത്രയും സൗഹൃദത്തിലായിരുന്നു അവർ. ഈ പാർട്ടി ഇതിലൊക്കെ പ്രവർത്തിക്കാനൊക്കെ പോകുമ്പോൾ ഒരുമിച്ച് പാട്ട് പാടുക, സംഗീതം ചെയ്യുക, അങ്ങനെ അത്രമാത്രം സൗഹൃദത്തിലായിരുന്നു. ഒരു ചെറിയ വ്യക്തി പ്രശ്നത്തിന്റെ പേരിലാണ് അവരടഞ്ഞത്. അത് ഇത്രയും ഈ കവികളും ഇതൊക്കെ കുറച്ചും കൂടി വൈകാരികമായിട്ട് അവര് കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാരുകളാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പേരിലുണ്ടായ ഒരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത്. മലയാളികൾക്ക് ഒരുപിടി നല്ല ഗാനങ്ങൾ, അവർ ചെയ്യേണ്ടിയിരുന്ന ഗാനങ്ങൾ നമുക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് ആ കാലത്തെ ഏറ്റവും വലിയ നമ്മുടെ ദുഃഖം എന്ന് പറയും. ഓക്കെ സാർ, അടുത്തത് ഏതാ? അടുത്തത് ഓണപ്പൂവേ സലീൽ ചൗധരി. അതായത് സലീൽ ചൗധരി വന്നിട്ട് ഏറ്റവും കൂടുതൽ സലീൽ ചൗധരിയുമായിട്ട് ഗാനങ്ങൾ എഴുതിയ ഒരു ഗാനരചയിതാവ് എന്ന് പറഞ്ഞ ONV തന്നെയാണ്. അവർ തമ്മിൽ വലിയൊരു കെമിസ്ട്രി ആയിരുന്നു സലീൽ ചൗധരിയും ONV. സലീൽ ചൗധരി ഒന്ന് ONV-നെയാണ് വിളിക്കുള്ളൂ. ഒരിക്കൽ ഈ പറഞ്ഞ മാതിരി വിഷുക്കണി എന്നുള്ളൊരു ചിത്രത്തിലാണ് പിന്നീട് ONV-യെ മാറ്റി ആദ്യം അദ്ദേഹം ശ്രീകുമാരൻ നമ്പിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അത് സലീൽ ചൗധരിക്ക് പിടിച്ചില്ല. സലീൽ ചൗധരി പറഞ്ഞു ONV തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ പടത്തിന്റെ നിർമ്മാതാവ് സംവിധായകനൊക്കെ പറഞ്ഞു ONV ശ്രീകുമാരൻ നമ്പിയാണ് ഈ പടത്തിന് തിരക്കഥ രചിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അദ്ദേഹം വലിയൊരു പണിയാണ് കൊടുത്തത്. സലീൽ ചൗധരി വലിയൊരു പണിയാണ് ശ്രീകുമാരൻ നമ്പിക്ക് കൊടുത്തത്. എന്നാൽ അദ്ദേഹം ഇതിന് സംഗീതം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഒരു പല്ലവി കൊടുത്തു. ആ വിഷ്കണി എന്നുള്ളൊരു ചിത്രത്തിലെ വലിയൊരു പല്ലവിയാണ്. അപ്പൊ മലയാള ഗാനശാഖയിലെ തന്നെ ഏറ്റവും വലിയൊരു പല്ലവിയാണത്. പെട്ടെന്ന് പാട്ടിങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പക്ഷേ ശ്രീകുമാരൻ നമ്പി ഉണ്ടോ വിടുന്നു, അദ്ദേഹം അതിനേക്കാൾ മിടുക്കനാണ് ശ്രീകുമാരൻ നമ്പി. അതിനാ പല്ലവിക്ക് 16 ലൈനോ 10-12 ലൈൻ ഉണ്ട് പല്ലവി തന്നെ. അതിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടേജ് അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹം തിരിച്ചു കൊടുത്തു. അത്രയും വലിയൊരു മഹാനുഭാവനാണ് ശ്രീകുമാരൻ നമ്പി. എനിവേ ഇവര് തമ്മിൽ വലിയൊരു ഇതാണ് സലീൽ ചൗധരി ONV. അതിന്റെ ഏറ്റവും നല്ലൊരു പാട്ടാണ് ഈ ഗാനം മറക്കുമോ എന്നുള്ള. ഇന്നത്തെ പാട്ടുകളെല്ലാം മികച്ച പാട്ടുകളാണ്. ഓണൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവരും ആ ഓണത്തിന്റെ അതാ പറയുന്നത്, ഒരു ബംഗാളി സംഗീത സംവിധായകനും നമ്മുടെ കേരളത്തിന്റെ ആ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു സംഗീതമാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ ബംഗാളും കേരളവും തമ്മിൽ എപ്പോഴും ഒരു സാമ്യമുണ്ട്.
മലയാളികളും ബംഗാളികളും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട്. ധാരാളം മത്സ്യം കഴിക്കുന്നവർ, അതുപോലെ തന്നെ IQ ഇന്റലിജന്റ് കൂടുതലുള്ള ഒരു ബംഗാളികളും മലയാളികളാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇടതുപക്ഷ ഒരുപാട് ഒരുപാട് സാമ്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരു ബംഗാളി സംഗീത സംവിധാനം മലയാളത്തിൽ വന്ന് ഇത്രയും പോപ്പുലർ ആവും. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. പാടിക്കോളൂ. നമ്മൾ മുഴുവൻ പാടാൻ നിൽക്കുന്നില്ല, എല്ലാവർക്കും പാടണല്ലോ, സമയമില്ല. പാടിക്കോളൂ. പൂവേ 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 തേടും മനോഹര തീരം ദൂരെ ആടി ഇതാ ഇതാ. ഓക്കെ സാർ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ പൂവേ. താങ്ക് യു താങ്ക് യു. രണ്ടുപേര് പല്ലവി. പെണ്ണിൽ ദിവ്യ ശങ്കുലികൾ, മണ്ണിൽ സ്വപ്നമഞ്ജരികൾ, പെണ്ണിൽ സ്വർണ്ണമഞ്ജരികൾ, മണ്ണിൽ സ്വപ്നമഞ്ജരികൾ, കവിതൻ ശാരിക കളമൊഴിയാ നറുതേൻ ചൊരിയും തീരമിത. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. താങ്ക് യു. ആരെങ്കിലും ഉണ്ടോ? ഞാനാണെങ്കിൽ പാടും, അല്ലെങ്കിൽ അടുത്ത പാട്ടിപ്പോ പാട്ടിലേക്ക് പോ. ഓണപ്പൂവൊക്കെ പാടുന്ന എന്തോരം പാട്ട് പാടിയതാ നമ്മൾ ഓണത്തിന്. എല്ലാവരും മറന്നോ? വിനമ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. സംഗീതമാ അന്തർദാഹ സംഗീതമായി സന്ധ്യാപുഷ്പ സൗരഭമായി അനുഭൂതികൾ തൻ നിഴലിതളായി അഴകിൽ വിരിയും തീരമിതാ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. താങ്ക് യു. താങ്ക് യു താങ്ക് യു. ഓഹോ യെസ്. ഇന്ദ്രനീലമയോലും ഈ മിഴിപ്പൊയ്കളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു
ഇതൊക്കെ തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. മ്യൂസിക് രവീന്ദ്രൻ, സത്യന്തികാട് ഇതൊക്കെ തെറ്റാണ്. ചൂള ഇതൊക്കെ തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വൈശാലി എന്നുള്ള ചിത്രത്തിലെയാണ്. ONV രചിച്ച് ബോംബെ രവി ഈണം നൽകിയ മനോഹരമായിട്ടുള്ള ഭരതൻ സംവിധാനം ചെയ്ത വൈശാലി എന്നുള്ള ചിത്രത്തില് ഇന്ദ്രനീലിമയോലും ONVക്ക് ആദ്യമായിട്ട് ദേശീയ അവാർഡ്, മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ഒരു ഗാനമാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ഇന്ദ്രനീലിമയോലും. ആ ആഴങ്ങളിലൊക്കെ നമ്മൾ പോയി തപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദ്രനീലിമയും ഈ മിഴി പൊയ്കകളിൽ ഒരു മുഖം, നമ്മുടെ മുഖം പൊയ്കയിൽ നോക്കുമ്പോൾ അതിൽ റിഫ്ലക്റ്റ് ആവുന്നത് നമ്മുടെ കണ്ണുകളാണ്. അതൊക്കെയാണ് കവിയുടെ ഭാവന. നമ്മളൊരു പൊയ്കയിൽ നോക്കുമ്പോൾ നമ്മുടെ കണ്ണുകളാണ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആ മുഖം നോക്കി നിന്നു, ആ കണ്ണൊക്കെ നോക്കി നിന്നു എന്ന് എത്ര മനോഹരമായിട്ടാണ്, വളരെ മനോഹരമായിട്ടാണ് കവി പറയുന്നത്. ബോംബെ രവി ഞാൻ പറഞ്ഞില്ലേ, സലീൽ ചൗധരിക്ക് ശേഷം ഒരു വിദേശ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഒരു സംഗീത സംവിധായകൻ എന്ന് പറയുന്നത് ബോംബെ രവിയാണ്. മലയാളത്തിൽ വന്ന് മലയാളത്തിന്റെ മണമുള്ള അല്ലെങ്കിൽ മലയാളത്തിന്റെ ആ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സംഗീതമാണ് ബോംബെ രവി നൽകിയത്. ഒരു ബോംബെ സംഗീതമല്ല ബോംബെ രവി. ബോംബെ രവി എന്ന് വെച്ചാൽ മികച്ച സംഗീത സംവിധാനം, ഹിന്ദിയിലത്തെ ഏറ്റവും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് അംഗീകാരം കിട്ടിയത് മലയാളത്തിൽ നിന്നാണ്. അംഗീകാരം കിട്ടിയത്, ഒരു ദേശീയ അവാർഡ് കിട്ടിയത് അദ്ദേഹത്തിന് മലയാളത്തിൽ നിന്നാണ്. പരിണയം എന്നുള്ളൊരു സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഹരികുമാറിന്റെ ഒരു പടമുണ്ട്, മമ്മൂട്ടിയുടെ ഒരു പടം, ആ പടത്തിലും 2 പടത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ദേശീയ അവാർഡ് ഹിന്ദിയിൽ കിട്ടുക. മനോഹരമായിട്ടുള്ളൊരു ഹിന്ദി പാട്ടൊക്കെ അദ്ദേഹത്തിനുണ്ട്. ചാന്ദ ബാബ് ഹോ चौदहवीं चांद हो ले जवाब हो कोई खनम तुझे ले जवाब हो चौदहवीं चांद हो. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? മലയാളിയല്ലേ? മലയാളി ഒന്നല്ല, ഇത് ഹിന്ദി പാട്ടാണ്. ചൗധരി ചാന്ദ്, ഇത് ബോംബെ രവി മ്യൂസിക് കൊടുത്ത പാട്ടാണത്. അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗാനം. അതുപോലെ തന്നെ വേറെ ഉണ്ട് ഹിന്ദിയിൽ. നീല ഗഗൻ ചലേ ചൽത്തി ഹൈ യാർ തേരി ഫൂലോं के ये लाले താരാരരാരേ ലാ 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 ലാ. ഹിന്ദി ഇനങ്ങളാണ് കേട്ടോ മികച്ച. ഹിന്ദി ഒരുപാട് പാട്ടുകൾ പാടി. അതെ, പഞ്ചാഗ്നിയിലാണ് ഇൻട്രൊഡ്യൂസ് ആദ്യമായിട്ട് ഹരിഹരൻ കൊണ്ടുവന്നത് പഞ്ചാഗ്നിയിലാണ്. അപ്പൊ പഞ്ചാഗ്നി അദ്ദേഹത്തിന്റെ ഒരു യാത്ര ഇങ്ങോട്ട് ആരംഭിച്ചു. എത്രയോ പടങ്ങൾ എല്ലാ പാട്ടുകളും ചെയ്ത എല്ലാ പാട്ടുകളും ഹിറ്റാണ്. അപ്പൊ വൈശാലിയിലത്തെ എല്ലാ പാട്ടും ഹിറ്റാണ്. അതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഇന്ദ്രനീലിമയോടും ഈ മിഴി പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്ദ്രനീലിമയോടും ഈ മിഴി പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്നൊരു ഹൃദയ സുന്ദരതാഗ്രഹത്തിൻ പൊന്മുളം തണ്ടു മൂതിനീരിപ്പൂ. അതിൻ പൊരുൾ നിനക്കേതുമറിയില്ലല്ലോ, അതിൻ പൊരുൾ നിനക്കേതുമറിയില്ലല്ലോ. ഇന്ദ്രനീലിമയോലും ഈ മിഴി പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. നീലിമയോലും. ഓക്കെ, പാടിക്കോളൂ. ബുദ്ധിമുട്ടാണോ? പാടട്ടെ? പാടിക്കോളൂ. ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ
നോക്കി നിന്നു ഇന്ദ്രനീലിമയോലും. ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്നൊരു ഹൃദയത്തിൻ കൊന്തലതാഗ്രഹത്തിൽ പൊന്മുളം തണ്ടുമൂതി നീരിപ്പൂ. അതിൻ പൊരുൾ നിനക്കേതോ മാറിയില്ലല്ലോ, അതിൻ പൊരുൾ നിനക്കേതോ മാറിയില്ലല്ലോ. ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു ഇന്ദ്രനീലിമയോലും. താങ്ക് യു. നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആരാ പാടണമെന്നൊന്നും അറിയുന്നില്ല. നിങ്ങൾ ആ ക്യാമറയൊക്കെ ഒന്ന് ഓൺ ചെയ്ത് പാട്. എവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന എന്തിനാ? നിങ്ങളൊക്കെ ഇത് തെളിയിക്കാനല്ലേ. പാടുന്ന ആൾക്കാരൊക്കെ കാണട്ടെ. യെസ്, വെരി ഗുഡ്. നീന പോളാണ് നന്നായിട്ട് പാടി. അടുത്തത് ഇതൊക്കെ ആളെ കണ്ടല്ലേ ഷേർലി മാം ഒന്നും പാടിയില്ലല്ലോ. ഷേർലി മാം സാറിന് പാടുന്ന ആള്. ഉഷ മാം പാടിക്കോളൂ. ഇതെന്തായാലും നമുക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച കൂടെ അത് കണ്ടിന്യൂ ചെയ്യാം അല്ലേ സാറേ? ഷാബു സാർ തീർച്ചയായിട്ടും ഒരുപാട് പാട്ടുകളുണ്ട്. ഞാൻ ഇതിൽ കൊടുക്കാത്ത പാട്ടുകൾ കേട്ടത് മനോഹരം, കേൾക്കാത്തത് അതിമനോഹരം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എഴുതാത്ത പാട്ടുകൾ ഇനി അതിമനോഹരമായ പാട്ടുകൾ കുറെ ഉണ്ട്. ഒരു 2 എപ്പിസോഡോ 3 എപ്പിസോഡോ ഉണ്ടെന്ന് ONV-യുടെ പാട്ടുകളൊന്നും കഴിയുന്നില്ല. അത്രയും ഹൃദയത്തിൽ പതിഞ്ഞ പാട്ടുകളാണ്. ഇല്ലെങ്കിൽ അടുത്ത ഗാനം വർഷമയൂരമെങ്ങോ പീലി നിവർത്തിടുമ്പോൾ ഹർഷാശ്രു പൂക്കളിൽ നിന്നുതിർന്നതെന്തേ? മൃദുരവമുതിരും മധുകരമണയെ ഇതളുകളുലഞ്ഞു വീർപ്പുതിർന്നതെന്തേ? ഉന്മത്ത കോകിലത്തിൻ ആലാപശ്രുതി കേൾക്കെ പെൺകുയിൽ ചിറകടിച്ചുണർന്നതെന്തേ? അതിൻ പൊരുൾ നിനക്കേതും അറിയില്ലല്ലോ, അതിൻ പൊരുൾ നിനക്കേതും അറിയില്ലല്ലോ. ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു, ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. താങ്ക് യു. കവി ഓരോന്ന് ചോദിക്കണത് എന്താണെന്ന് ചോദിക്കണത്. അല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, അത് എന്താണ് 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 പൊരുൾ നിനക്ക് അറിയില്ലല്ലോ. ഒരു ടീസിംഗ് ആണ്. അതാണ് അതിന്റെ ഗ്രേറ്റ്നെസ് വരുന്നത്. ആ ഗാനരംഗവും ആ കവിതയുമായിട്ടുള്ള ഒരു ബ്ലെൻഡിങ് ആണ് വരുന്നത്. വെരി ഗുഡ്, താങ്ക് യു. യുദ്ധകാന്ഡം അടിപൊളി. ഇത് നമുക്ക് ശ്യാമസുന്ദര പുഷ്പമേ വെച്ച് നമുക്ക് നിർത്താം. നാളെ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. കെ രാഘവൻ മാസ്റ്റർ മലയാള സംഗീതത്തിന്റെ, അതായത് ഭീഷ്മാചാര്യന്മാരിൽ ഒരാളാണ് കെ രാഘവൻ മാസ്റ്റർ എന്ന് പറയുന്നത്. കെ രാഘവൻ മാസ്റ്ററും അതുപോലെ തന്നെ പി ഭാസ്കരനുമാണ് മലയാള പറയും. കാരണം അതുവരെ ഹിന്ദി സംഗീതത്തെയും അല്ലെങ്കിൽ തമിഴ് സംഗീതത്തെയും ഒക്കെ കോപ്പി ചെയ്ത് മലയാളം. നീലക്കുയിൽ എന്നുള്ളൊരു സിനിമയ്ക്ക് ശേഷമാണ് മലയാള സംഗീതം ഉണ്ടായത്. ആ നീലക്കുയിലിൽ ഒരുമിച്ചാണ് ഭാസ്കരൻ മാഷും അതുപോലെ തന്നെ കെ രാഘവൻ മാസ്റ്ററും. ഭാസ്കരൻ മാഷ എന്ന് പറയുന്നത് മലയാള തനിമയുള്ള കേരളത്തിന്റെ ഇളനീർ പോലെയുള്ള നിലാവ് പോലെയുള്ള പാട്ടുകൾ എഴുതുന്ന ആളാണ് ഭാസ്കരൻ മാസ്റ്റർ. കെ രാഘവൻ മാസ്റ്റർ എന്ന് പറയുന്നത് ഫോക്ക്, അതായത് നാടൻ പാട്ടുകളുടെ ആ ശീലുകൾ, കേരളത്തിന്റെ നാടൻ പാട്ടുകളുടെ ശീലുകൾ അതെല്ലാം അരച്ച് കലക്കി ഗാനത്തിൽ കേൾക്കുന്ന അല്ലെങ്കിൽ സംഗീതത്തിൽ കൊണ്ടുവന്ന ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ്. മാസ്റ്റേഴ്സ് ആയിരുന്നു കെ രാഘവൻ മാസ്റ്റർ, മാസ്റ്റേഴ്സ് ആയിരുന്നു. അവരാണ് മലയാളത്തിലൊരു ഗാന വിപ്ലവം കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഈ പാട്ട് ഇഷ്ടപ്പെടാത്ത ആരും. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ, ധ്യാനലീനമിരിപ്പൂ ഞാൻ, ധ്യാനലീനമിരിപ്പൂ ഞാൻ, ഗാനമെന്നെ മറക്കുമോ, എന്റെ ഗാനമെന്നിൽ മരിക്കുമോ?
ശ്യാമസുന്ദര പുഷ്പമേ എന്റെ ധ്യാനലീനമീരിപ്പൂഞ്ഞൻ ധ്യാനലീനമീരിപ്പൂഞ്ഞൻ ഗാനമിന്നെ മറക്കുമോ എന്റെ ഗാനമിന്നിൽ മരിക്കുമോ വേറെ ഏതോ വിഭജിയിൽ പടർന്നേറുവാനതിനാവുമോ വേദന തൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാകുമോ വേർപ്പെടുമിണ പക്ഷി തൻ ശോകവേണുനാദമായി മാറുമോ ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണ് നീ ധ്യാനലീനമീരിപ്പൂഞ്ഞൻ ധ്യാനലീനമീരിപ്പൂഞ്ഞൻ ഗാനമിന്നെ മറക്കുമോ എന്റെ ഗാനമേ മരിക്കുമോ. ഈ ഒരു പാട്ട് കേട്ടിട്ട് സലീൽ ചൗധരിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഈ പാട്ട്. ഇത് കെ രാഘവൻ മാസ്റ്ററുടെ. സലീൽ ചൗധരി പറഞ്ഞു അടുത്ത ഗാനം എഴുതിയപ്പോ സലീൽ ചൗധരി പറഞ്ഞു എനിക്ക് ശ്യാമ വെച്ചിട്ട് ഒരു പാട്ടും കൂടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു പടത്തിന് വേണ്ടിയിട്ട് ONV കുറിപ്പ് വേറെ മനോഹരമായിട്ടൊരു മേഘമേ നീ എൻ പ്രേമ തൂതുവായി ദൂരെ ദൂരുമീ ആ ഒരു പാട്ട് എഴുതി. ഈ ശ്യാമ എന്നുള്ള വാക്ക് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായി കലിച്ചത്. അങ്ങനെ വേറൊരു സിനിമയ്ക്ക് ഒരു ഗാനസന്ദർഭത്തിന് ആ പാട്ട് എഴുതി. പാടിക്കുള്ളൂ ഈ മനോഹരമായിട്ടുള്ള പാട്ട്. രാഗം കീരവാണി. ഇത് രാഗമാണ്. രാഗം കീരവാണി എന്ന് പറഞ്ഞൊരു രാഗം ഉണ്ടല്ല. കീരവാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശങ്കരാഭരണം പറയും. കീരവാണി മ്യൂസിക് ഡയറക്ടർ അല്ല കേട്ടാ. 72 മേളകർത്ത രാഗങ്ങളുണ്ട്. അതിലൊരു രാഗമാണ് ഈ കീരവാണി എന്ന് പറയുന്നത്. വേറെ ഏതോ വിപഞ്ചിയിൽ പടന്നേറുവാനതിനാവുമോ വേദന തൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാകുമോ വേർപ്പെടുമിണപ്പക്ഷിതൻ ശോകവേണുനാദമായി മാറുമോ ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ ധ്യാനലീനമീരിപ്പൂ ഞാൻ ധ്യാനലീനമീരിപ്പൂ ഞാൻ ഗാനമെന്നേ മറക്കുമോ എന്റെ ഗാനമെന്നിൽ മരിക്കുമോ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനി ഫ്ലോറിൽ ഗാനം ആലപിക്കാത്തവരാരൊക്കെ ഉള്ളത്? ഇനി ആലപിക്കാത്തവർ ഉണ്ട്. ആരൊക്കെയാ? അവരെ വിളിക്കൂ. ഇല്ല, ഇപ്പൊ നിലവിൽ എല്ലാവരും ആലപിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇനി ആർക്കെങ്കിലും ജോസി സാർ ഒരു പാട്ടങ്ങ് പാടും. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ ധ്യാനലീനമീരിപ്പൂന ഗാനമെന്നെ മറക്കുമോ എന്റെ ഗാനമെന്നിൽ മരിക്കുമോ ശ്യാമസുന്ദര പുഷ്പമേ
എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമേരിപ്പൂന ധ്യാനലീനമേരിപ്പൂന ഗാനമെന്നെ മറക്കുമോ എന്റെ ഗാനമെന്നെ മരിക്കുമോ. വേറെ പഞ്ചിയിൽ പടർന്നേറുവാനതിനാവുമോ. വേറെ ഏതോ പഞ്ചിയിൽ പടർന്നേറുവാനതിനാവുമോ. വേദന തൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാകുമോ. വേർപെടും ഇടപ്പക്ഷി തൽ ശോകവേണുനാദമായി മാറുമോ. രാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമീരിപ്പൂന ധ്യാനലീനമീരിപ്പൂന ഗാനമെന്നെ മറക്കുമോ എന്റെ ഗാനമെന്നെ മരിക്കുമോ. താങ്ക് യു. അടുത്തത് എന്റെ സൂര്യൻ എരിഞ്ഞടങ്ങി ഈ സന്ധ്യതൻ സ്വർണമേടയിൽ എന്റെ കുങ്കുമപ്പാടമാകവേ ഇന്നു കത്തിയെരിഞ്ഞു പോയി. മേഘമായി മേഘരാഗമായി വരൂ വേഗമീ തീ കെടുത്തുവാൻ. ശ്യാമസുന്ദര പുഷ്പമേ നിന്റെ നീ ധ്യാനലീനമീരിപ്പൂ ഞാൻ ധ്യാനലീനമീരിപ്പൂ ഞാൻ ഗാനമെന്നെ മറക്കുമോ എന്റെ ഗാനമെന്നിൽ മരിക്കുമോ. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. താങ്ക് യു. താങ്ക് യു. ആളെ കാണുന്നില്ല. ശ്യാമസുന്ദര പുഷ്പത്തെ ഒന്നും കൂടെ ഒന്ന് ഓർക്കാൻ ആരെങ്കിലുണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. ആ ഓർത്തോളൂ. പാടും ഒരു കോൺഫിഡൻസ്. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനനീലീന വിരിപ്പൂ ഞാൻ ധ്യാനലീന വിരിപ്പൂ ഞാൻ കാഴ്ചയില്ല. ഗാനമെന്നെ മറക്കുമോ എന്റെ ഗാനമെന്നിൽ മരിക്കുമോ. എനിക്ക് കണ്ണാടി മാറ്റിയപ്പോ ഒട്ടും കാഴ്ചയില്ല ഇപ്പൊ. അതെ, ഇടയ്ക്ക് നമ്മൾ ഈ പാട്ടുകളെല്ലാം നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്ന് പാടി നോക്കണം. ഇനിയുള്ളത് കണ്ടിന്യൂ ചെയ്യാം. പാട്ട് അതിന്റെ സ്ക്രിപ്റ്റ് ഉൾപ്പെടെ ഈ ആഴ്ച ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ആഴ്ച ഇതേ പാട്ടുകൾ ഈ പാട്ടുകളല്ല, ഇതിന് ശേഷമുള്ള പാട്ടുകൾ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ. ഓക്കെ, ജോർജ് സാർ. താങ്ക് യു സർ. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമീരിപ്പൂ ഞാൻ ധ്യാനലീനമീരിപ്പൂ ഞാൻ ഗാനമെന്നെ മറക്കുമോ എന്റെ ഗാനമെന്നിൽ മരിക്കുമോ. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ.
താങ്ക് യു സർ. ആ രണ്ടുപേര് പാടിയോ? രണ്ടുപേര് പാട്ട് അതെ പാടിയോ? അതെ അതെ അതെ, പാടുന്ന കേട്ടപ്പോഴേക്കും ചുണ്ടനക്കിയപ്പോഴേക്കും പുള്ളി ചാടി കയറി. പുള്ളി ഒരു പാട്ട് പാടാൻ സമ്മതിച്ചായിരുന്നു. പാട്ട് പാടിയേ. അവർ പാട്ട് പാടാൻ അടിമിടിച്ച് പാടും. ഇടിമിടിക്കും. ഓണപ്പൂവേ പൂവേ പാടിക്കോ. ഓണപ്പൂവേ പൂവേ ഓണപ്പൂവേ ഓണപ്പൂവേ. ഓ അത് ശരി, അതാണോ? ഓ താങ്ക് യു സർ. റോയ് സർ. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. യാനലീനമിരിപ്പു ഞാൻ, ഗാനലീനമിരിപ്പു ഞാൻ, ഗാനമെന്നെ എന്റെ ഗാനമെന്നിൽ മറക്കുമോ? ഓക്കെ സർ. സാറേ ഇതുപോലത്തെ ഒരു ഹിന്ദി പാട്ടുണ്ട് ഏതാണ്ട് എനിക്ക് ശരിക്കും ആ വരികളറിയില്ല. അങ്ങനെ ഒരു പാട്ട്. അതന്നെ അതന്നെ ആ പാട്ട്. പഴയ പാട്ടുകൾ ഏതാണ്ട് ഈ ഒരു ട്യൂണ് വരുന്നു തോന്നുന്നു. പഴയ ഒരുപാട് ഹിന്ദി പാട്ടുകളുണ്ടല്ലോ. പഴയ ഹിന്ദി പാട്ടിന്റെ ട്യൂൺ എടുത്തിട്ടാണ് കുറെ മലയാള പാട്ടുകളൊക്കെ പാടി. സുഹാനിക്ക് രാജുക്കി എന്നൊക്കെ കേട്ടിട്ടില്ലേ? സുഹാനി കൽ രാജുഗി ना जाने तुम कब आओगी അകാലേ. മലയാള വാക്കുകൾ അങ്ങനെ കുറെ പാട്ടുകളൊക്കെ ഇനി ആരെങ്കിലും പാടാനുണ്ടോ? Anybody else? ഒന്ന് നോക്കട്ടെ. ആ തീർച്ചയായും. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമീരിപ്പൂ ഞാൻ, ഗാനമെന്നെ മറക്കുമോ? എന്റെ ഗാനമെന്നിൽ മരിക്കുമോ? ശ്യാമസുന്ദര പുഷ്പമേ എന്റെ സൂര്യൻ എരിഞ്ഞടങ്ങി സന്ധ്യതൻ സ്വർണമേടയിൽ, എന്റെ കുങ്കുമപ്പാടമാകവേ ഇന്നു കത്തിയെരിഞ്ഞു പോയി. മേഘരാഗമായി വരൂ വേഗമീ തീ കെടുത്താൻ. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമീരിപ്പൂ ഞാൻ, ഗാനമെന്നെ മറക്കുമോ? എന്റെ ഗാനമെന്നിൽ മരിക്കുമോ? താങ്ക് യു. താങ്ക് യു. നന്നായി പാടി. എന്റെ സൂര്യൻ എരിഞ്ഞടങ്ങി ഈ സന്ധ്യതൻ സ്വർണ്ണമേടയിൽ, എന്റെ കുങ്കുമപ്പാടമാകവേ ഇന്നു കത്തിയെരിഞ്ഞു പോയി. മേഘരാഗമായി വരൂ വേഗമീ തീ കൊടുത്താൻ. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണ്.
ഓക്കെ, അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് പാടുന്ന പാട്ടുകൾ ഇതൊക്കെയാണ്, ശ്രദ്ധിച്ചോണേ. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് പാടാനുള്ള പാട്ടാണ്. ആരെയും ഭാവഗായകനാക്കും, ദെൻ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി, സാഗരങ്ങളെ പാടിയുണർത്തിയ സാമഗീതമേ, ശാരികെ എൻ ശാരികെ, ദെൻ വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം. അപ്പോൾ ഇതിലല്ലാതെ ഏതെങ്കിലും പാട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിറിക്സ് ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ, നമ്മുടെ മ്യൂസിക് തെറാപ്പിയുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ ആക്കിത്തരാം. ഓക്കെ, അപ്പം നാളെ പ്രിപ്പയർ ചെയ്ത് വരണം. ശരിക്കും പാട്ട് അറ്റ്ലീസ്റ്റ് ഒരു 4 വാക്കും പിന്നെ ആദ്യത്തെ ഭാഗം കൂടെ പാടാൻ പാകത്തിന് നമ്മൾ ഒരു ചെറിയ ശ്രമം എടുത്താൽ നമുക്ക് തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം വരും. അതിനേക്കാളും സന്തോഷം ONV കുറിപ്പിനും വരും. തീർച്ചയായിട്ടും സാബു സാറ് പറഞ്ഞ് ശരിയാണ്. സാബു സാർ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ആള് ഈ പാട്ടുകളൊക്കെ ശരിയായി പഠിച്ച് പല്ലവിയും അനുപല്ലവിയും ചരണമൊക്കെ പഠിച്ച് ഇവിടെ പാടുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷം. നമ്മളെ പോലെയുള്ള ബാത്റൂം സിംഗേഴ്സിന് അല്ലെങ്കിൽ മൂളിപ്പാട്ടുകാരിയൊക്കെ പാട്ടുകാരാക്കുന്ന ഒരു വിദ്യയാണ് സാർ ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നമുക്ക് മുമ്പിൽ തെളിയിച്ചു തരുന്നത്. അപ്പൊ ആരും മടിക്കേണ്ട, കടന്നു വരും, പാട്ടുകൾ പാടും. നമ്മളെ ഇവിടെ പിരിഞ്ഞു പോയ കവികൾക്കും സംഗീത സംവിധായകർക്കും അതുപോലെ തന്നെ ഗായകർക്കും ഒക്കെ നമുക്ക് അവരെയൊക്കെ അനുസ്മരിക്കാം. അവരുടെ ഈണങ്ങൾ, അവരുടെ ഗാനങ്ങൾ, അവരുടെ കവിതകളൊക്കെ പാടി കുറച്ചു നേരം നമുക്ക് ഇതുപോലെ ഞായറാഴ്ച സല്ലപിക്കാം. അതോടൊപ്പം നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ സംഗീതം കുറച്ചുകൂടി അടുത്ത ലെവലിലേക്ക് കൂടി ഉയരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് സാബു സാറിന് ഒരിക്കൽ കൂടി ഈ മനോഹരമായിട്ടുള്ള ഈ പ്ലാറ്റ്ഫോം ഒരുക്കുന്ന സാബു സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ONVയുടെ ഗാനസന്ധ്യ ഇവിടെ തുടരുകയാണ്, അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച വീണ്ടും ഈ പറഞ്ഞ ഗാനങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. താങ്ക് യു വെരി മച്ച്. ജോസി സാർ നിങ്ങൾ പറയും ഒരു 2 വാക്ക്. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സാർ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാനുള്ള പറഞ്ഞു കേട്ടോ, ധൃതിയൊന്നുമില്ല. 2 വാക്ക് പറയാൻ ഞാൻ പറയാനാണോ പറഞ്ഞ അല്ലേ? പറഞ്ഞോളൂ. ഓക്കെ. പ്രിയമുള്ളവരെ, ഗുഡ് ഈവനിങ്. ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കയറിയത്. ഉഷ എനിക്ക് ഒരു മെസ്സേജ് ഇട്ടത് പാടാൻ വരുന്നോന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ കയറി. ഞാൻ സത്യത്തില് വൈകുന്നേരം സിനിമ കാണണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പൊ ഉറങ്ങിപ്പോയി, വെറുതെ ഇങ്ങനെ ഓഫീസിൽ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ നോക്കിയപ്പോ സമയം 6:52. പിന്നെ ഉഷയുടെ മെസ്സേജ് കണ്ട് എന്നാ ഇവിടെ കയറിക്കളയാന്ന് വിചാരിച്ചു. എന്തായാലും കൊള്ളാം, മനസ്സിനൊക്കെ നല്ല സുഖം കിട്ടി. സാറിന്റെ പ്ലാറ്റ്ഫോം, സാറിന്റെ ഈ സംരംഭം ഒക്കെ വളരെ നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട്. ഇനിയും സമയമുള്ളപ്പോഴൊക്കെ കയറാം. എല്ലാവരും പാട്ട് പാടാൻ എല്ലാവർക്കും ഉള്ളിലെ മോഹം, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. വീട്ടിൽ ചെന്ന് പാടാൻ പറ്റാത്തൊക്കെ ഉണ്ടാവും ചിലപ്പോ. അതിനൊക്കെ പറ്റിയ ഒരു വേദി ഒരുക്കുന്ന ഈ ഒരു കാലത്തൊക്കെ ഒരുക്കുന്ന ഒരു സംവിധാനത്തിന് വളരെ നന്ദി. സാറിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഇനിയും ഇത്രയും നല്ല നല്ല ഉദ്യമങ്ങൾ തുടരട്ടെ എന്നും അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇടയ്ക്കിടയ്ക്കൊന്ന് തല കാണിച്ചാൽ മതി അല്ലേ? അത് വരാം. തീർച്ചയായിട്ടും. ഈ സമയം എപ്പോഴും ഉണ്ടാകും, കുറെ ക്ലാസ്സും പരിപാടിയൊക്കെ എപ്പോഴും ഉണ്ട്. പിന്നെ ഓഫീസിൽ നിൽക്കുകയാണ്, ഇപ്പൊ രാവിലെ വന്ന 8 മണിയായപ്പോ വന്നതാ. അല്ല, നമ്മളിങ്ങനെ പറയുന്നത് 7 മുതൽ 9 വരെയുള്ള എന്തെങ്കിലും ഒരു ദിവസം ഇച്ചിരി സമയം ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്നും കയറണേ. തീർച്ചയായിട്ടും സാറേ. അപ്പൊ ഉഷയിലായാലും ഏതായാലും ഇതെടുക്കും, ലിങ്ക് എവിടെയെങ്കിലും ഇടും എപ്പോഴും. പിന്നെ കയറുന്നുണ്ടോന്ന് ചോദിച്ചു, വായോ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ പിന്നെ കയറിയതാ. ഏതായാലും കുറെ നാൾ കൂടി 2 പാട്ട് പാടാൻ പറ്റി, വളരെ സന്തോഷം. ലിങ്ക് തരാം. പക്ഷെ എനിക്കത് ഒരു ഹായ് ഇട്ടേക്കും, ഞാൻ ഇട്ടുതരാം. തീർച്ചയായിട്ടും സാർ. ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനെയുള്ള ഗ്രൂപ്പിലുണ്ടെന്ന് തോന്നുന്നു സാറേ, ഗ്രൂപ്പിലായിട്ടാണ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. പറയുന്നു ഉഷേനാക്കി ചോടിയെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ പോയില്ല സാറ്, ഞാനിവിടെ ഉണ്ട് സാർ. എന്തായാലും ഇന്നും മറ്റേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് ഇല്ലാന്ന് മുമ്പ് സാറ് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ശനി ഞായറും ഈ ടൈമിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ് സാറ്. ഇപ്പൊ ഇന്നില്ലാന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ പാട്ട് സാറിന് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ പ്ലാറ്റ്ഫോമിൽ ഏത് പ്ലാറ്റ്ഫോമിൽ കയറിയാലും സാർ അവിടെ ഒരു അടയാളം രേഖപ്പെടുത്തിയിട്ട് പോകാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒരു അടയാളം രേഖപ്പെടുത്തി നന്നായിരുന്നു എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. എന്തായാലും സാർ ഓടി വന്നു. ONV കുറുപ്പ് സാറിന്റെ പാട്ടുകളുമായിട്ട് നമുക്ക് കുറച്ചു നേരം അദ്ദേഹത്തെ ഓർമ്മിക്കുവാനും അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ സഞ്ചരിക്കുവാനും ഒക്കെ സാധിച്ചു. സാർ വന്നതിന് ഒരുപാട് നന്ദി. പ്ലാറ്റ്ഫോം വളരെ നന്നായിരുന്നു, ഇന്ന് നല്ല പ്രോഗ്രാം ആയിരുന്നു. എപ്പോഴും ONV കുറുപ്പ് സാറിന്റെ ഒരു വരികളെങ്കിലും മൂളാതെ നമ്മൾ ഒരിക്കലും ഒരു ദിവസം നമ്മൾ കടന്നു പോകാറില്ല. ഒരു മലയാളികളും മലയാളം ഉള്ളിടത്തോളം കാലം അദ്ദേഹം മലയാളത്തിലൂടെ ജീവിക്കും. പറഞ്ഞ പോലെ കുഞ്ഞേടത്തിയൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന കവിതകളാണ്. ഭൂമിക്കൊരു ചരമഗീതം, സൂര്യഗീതം ഒക്കെ നമുക്ക് എപ്പോഴും അദ്ദേഹത്തെ
ഓർമ്മിക്കാനായിട്ട് ഒരുപാട് പാട്ടുകളും ഒരുപാട് വാക്കുകളും അദ്ദേഹം തന്നിട്ട് സമ്മാനിച്ചിട്ടാണ് കടന്നുപോയത്. ഒരുപാട് നന്ദി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഷാബു സാർ, താങ്ക് യു. ഷാബു സാറിന്റെ അതിഭയങ്കരമായ ഒരു ഗൈഡൻസ് ആണ് ഈ പാട്ടിനെ ഇങ്ങനെ തിരിച്ചു പിടിക്കുന്നത്. സാറിന് പാട്ടിന്റെ എന്താണ്, എങ്ങനെയാണ് അതിന്റെ സൃഷ്ടിയുടെ ഭാഗം, അത് കൃത്യമായിട്ട് ഷാബു സാർ അത് വളരെ കൃത്യമായിട്ട് അത് അവതരിപ്പിക്കും. ഷാബു സാർ, ഒന്ന് എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ ഒരു ഗാനസന്ധ്യയിൽ ONV അനുസ്മരണത്തിൽ എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഗാനങ്ങൾ ആലപിച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത ആഴ്ച നിങ്ങൾ എല്ലാവരും വരണം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമുക്ക് പങ്കുവയ്ക്കാം. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയുള്ള സഞ്ചാരം വീണ്ടും നമുക്ക് തുടരാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. ലവ് യു. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു.